ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇഷാനും മുംബൈയും തമ്മിൽ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇഷാൻ കിഷനെ മുംബൈ ടീം ഒഴിവാക്കിയിരിക്കുകയാണ്. ലേലത്തിൽ ഹൈദരാബാദാണ് ഇഷാനെ സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ഇഷാനെ തിരിച്ചു കൊണ്ടുവരാനാണ് മുംബൈ ടീമിന് പദ്ധതി. IPLന്റെ ട്രേഡ് വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞു. ആർക്ക് വേണമെങ്കിലും പരസ്പരം താരങ്ങളെ വിട്ടുകൊടുത്ത് വാങ്ങാം. ഇപ്പോഴത്തെ മുംബൈ ടീം ഒരു സൂപ്പർ താരത്തെ വിട്ടുകൊടുത്ത് ഇഷാനെ സ്വന്തമാക്കാനാണ് തീരുമാനം. ഇഷാന് വേണ്ടി മുംബൈ ടീം ട്രേഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഹൈദരാബാദുമായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഇഷാന്റെ ട്രേഡ് നടന്നേക്കും. അടുത്തൊരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. CSK ടീമിന്റെ ക്യാപ്റ്റൻ ഋതുരാജാണ്. അതിനു മുന്നേ ധോണിയായിരുന്നു CSK ടീമിന്റെ ക്യാപ്റ്റൻ. ഇപ്പോഴത്തെ CSK ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഋതുരാജിനെ ഒഴിവാക്കി പുതിയൊരു ക്യാപ്റ്റനെ CSK പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. യുവതാരത്തിന് ക്യാപ്റ്റൻസി കൊടുക്കണമെന്ന തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഒരു സീനിയർ താരത്തിന് CSK ക്യാപ്റ്റൻസി ഏൽപ്പിക്കും. അത് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. 10 വർഷങ്ങൾക്ക് ശേഷം CSKയിലേക്ക് അശ്വിൻ വന്നിട്ടുണ്ടായിരുന്നു. അശ്വിനെ ക്യാപ്റ്റൻസി കൊടുക്കാനും സാധ്യതയുണ്ട്. ധോണിയാണ് ഇപ്പോൾ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. CSK ടീമിനെ സീനിയർ താരത്തെ ക്യാപ്റ്റനാക്കണം. ധോണിയുടെ ആവശ്യമാണ് CSK അംഗീകരിച്ചിരിക്കുന്നത്. ഋതുരാജിനെ മാറ്റി പുതിയൊരു താരമായിരിക്കും അടുത്ത IPLൽ CSK ടീമിന്റെ ക്യാപ്റ്റൻ. അടുത്തൊരു അപ്ഡേറ്റ് വാർണറുമായി ബന്ധപ്പെട്ടതാണ്. വാർണർക്ക് IPLൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. വാർണർ ഇല്ലാത്ത IPL ആരാധകർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. ഇപ്രാവശ്യത്തെ IPL ലേലത്തിൽ വാർണർ അൺസോൾഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരാധകർ വിഷമത്തിലായിരുന്നു. ഇപ്പോഴത്തെ വാർണർ തിരിച്ചെത്തിയിരിക്കുകയാണ്. വാർണറെ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് രാജസ്ഥാൻ ടീമിൽ ഏതെങ്കിലും ഒരു റീപ്ലേസ്മെന്റ് വന്നാൽ വാർണറെ രാജസ്ഥാൻ സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. IPL തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റാറുണ്ട്. അതുകൊണ്ട് എല്ലാ ടീമിലും റീപ്ലേസ്മെന്റുകൾ ഉണ്ടാകാറുണ്ട്. രാജസ്ഥാൻ ടീമിലെ റീപ്ലേസ്മെന്റിൽ വാർണറെ സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. വാർണർ വന്നാൽ അത് രാജസ്ഥാന് ഗുണകരമാണ്. ഓപ്പണിംഗിൽ കളിപ്പിക്കാൻ സാധിക്കും. രാജസ്ഥാന്റെ വെടിക്കെട്ട് ഓപ്പണർ ആകാൻ വാർണർക്ക് സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.